നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഇതിഹാസം തന്നെയാണ് മമ്മൂട്ടി. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ യുവതാരങ്ങളെ പോലും പിന്നിലാക്കും വിധത്തിലാണ് മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തെ പുതുക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്യുന്നത്. എന്നാൽ മമ്മൂട്ടി ഒരു പരുക്കൻ സ്വഭാവക്കാരനാണെന്നും ദേഷ്യപ്പെടുന്ന പ്രകൃതമാണെന്നുമാണ് പൊതുവെ നടനുള്ള ആരോപണം. മമ്മൂട്ടി പണ്ടൊക്കെ ജാടക്കാരൻ എന്ന വിളി ഒരുപാട് കേട്ടിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ദേഷ്യത്തെക്കുറിച്ചും പിടിവാശികളെക്കുറിച്ചുമൊക്കെ പല കാലങ്ങളിലും പല ഗോസിപ്പുകളും മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം വളരെ ശുദ്ധനാണെന്ന് പറയുന്നവരും ഉണ്ട്. എന്തായാലും മമ്മൂക്ക എന്ന് വിളിച്ച് ഓടിവരാൻ ആരും ധൈര്യപ്പെടാറില്ല എന്നാണ് പലരും പറയുന്നത്. കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. തന്റെ കൂടെ നടന്ന റഫീഖിനെ പരസ്യമായി ശാസിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. മമ്മൂട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി റഫീഖിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മമ്മൂട്ടിയുടെ ഫോൺ കോൾ. അപമാനിക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല തന്റെ വാക്കുകളെന്ന് മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. സ്വകാര്യമായി പറഞ്ഞ കാര്യമാണ്, അത് ഇത്രയും വലിയ വിവാദമാവുമെന്ന് കരുതിയില്ല എന്നും മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. സ്വകാര്യ സന്ദർശനത്തിനായിട്ടായിരുന്നു മമ്മൂട്ടി ടൗൺഷിപ്പിൽ എത്തിയത്. നിർമ്മാതാവ് ആൻഡോ ജോസഫും ഒപ്പമുണ്ടായിരുന്നു. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശനത്തിനായി വരുന്നതിന് തൊട്ടു മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ കെ റഫീഖ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിൽ ഉണ്ടായിരുന്നു. ടൗൺഷിപ്പിലെ വിവിധ ഇടങ്ങൾ സന്ദർശിക്കുന്നതിനിടെയാണ് മമ്മൂട്ടി റഫീഖിനോട് നീരസം പ്രകടിപ്പിച്ചത്. നിങ്ങൾ എപ്പോഴും എന്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ചോദ്യം. ഇതിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് മമ്മൂട്ടിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടായത്. നിരവധി പേരാണ് മമ്മൂട്ടിയെ വിമർശിച്ചത്. സിനിമാ ലോകത്തെ അഹങ്കാരം മറ്റിടങ്ങളിൽ കാണിച്ചാൽ മമ്മൂട്ടിയല്ല ഏത് താരത്തെ ആയാലും തള്ളിപ്പറയണമെന്ന അഭിപ്രായങ്ങൾ വന്നു. ഒരു പൊതുവേദിയിൽ വെച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ അപമാനിച്ചത് ഏത് കോലോത്തെ മമ്മൂട്ടി ആയാലും സഹിക്കാൻ പറ്റുന്നതല്ല. അയാൾ വെറുതെ അവിടെ കയറി നിന്നതായിരിക്കില്ല, പാർട്ടി ചുമതലപ്പെടുത്തിയിട്ട് തന്നെ വന്നതായിരിക്കും. ഇനി അതല്ല, അങ്ങനെ പാർട്ടിക്കാർ ആരും കൂടെ വരാൻ പാടില്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു, അല്ലാതെ തോന്നിയവാസം കാണിക്കരുത്. മൂപ്പരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തമ്പുരാൻ ഒളിഞ്ഞിരിപ്പുണ്ട്. പുള്ളിക്ക് പാർട്ടി അർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിർത്തണം. ആദ്യം പാർട്ടി സെക്രട്ടറി വിനീത വിധേയ വേഷം കെട്ടി അതിനുശേഷവും അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? കെ റഫീഖ് ഓന്റെ ഓഞ്ഞ ഡിപ്ലോമസി. ഇമാം ഷാ ആലംകോട് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട മമ്മൂട്ടി, അയാൾ നിങ്ങളുടെ പിന്നാലെയല്ല വന്നത്. സത്യത്തിൽ നിങ്ങളാണ് അയാളുടെ പിന്നാലെ വന്നത്. വയനാട് ദുരന്ത ഭൂമിയിൽ മുറിപ്പാടുകൾ തീർത്ത നിമിഷം മുതൽ ആ മണ്ണിൽ ഓടിയെത്തിയവനാണ് അയാൾ. അവശേഷിക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ചു കയറ്റുമ്പോൾ അയാൾക്ക് രാഷ്ട്രീയമില്ലായിരുന്നു, പക്ഷഭേദമില്ലായിരുന്നു. അയാൾ എല്ലാവരുടെയും ആളായിരുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ അവിടെ ഏറ്റവും ഒടുവിൽ എത്തിയത് നിങ്ങളാണ്. മുന്നേ നടന്ന് വഴികാട്ടിയ ഒരാളോട് പിന്നിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും മറുത്തൊന്നും പറയാതെ ആ മനുഷ്യൻ മാറി നിന്നത് അയാളുടെ പരാജയമല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് അളക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ അയാൾ നിങ്ങളെക്കാൾ മുന്നിലായതുകൊണ്ടാണ്. വന്നതിനും പിന്തുണച്ചതിനും നന്ദി എന്നാണ് നാസർ എടക്കര എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പ്. അതേസമയം മമ്മൂട്ടി അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ മമ്മൂട്ടി കാണിച്ച ജാഗ്രതയാണിതെന്ന് അനുകൂലിക്കുന്നവർ പറഞ്ഞത്. അതേസമയം തട്ടിപ്പും വെട്ടിപ്പുമായി നടന്നാൽ എന്തെങ്കിലും ഒരിക്കൽ എല്ലാവരും സത്യം മനസ്സിലാക്കും. അത് തന്നെയാണ് മമ്മൂട്ടിക്ക് മനസ്സിലായത്. ഉയർന്ന നിലവാരമുള്ള മമ്മൂട്ടിയുടെ പ്രതികരണത്തിന് അഭിവാദ്യങ്ങൾ. രാഷ്ട്രീയക്കാർ വിളിക്കാത്തിടത്തെല്ലാം കയറി ആളാകാൻ നടന്നാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അരോചകമാവും. മമ്മൂട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒരു പക്ഷം ചേരുന്ന രീതി ശരിയല്ല. പ്രത്യേകിച്ചും കലാകാരൻ എന്ന നിലയിൽ ഉള്ളത് പറയുമ്പോൾ സൈബർ ആക്രമണം ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു നടനെ അനുകൂലിച്ചു വന്ന കമന്റുകൾ. അതേസമയം പരസ്യമായി അപമാനിക്കുന്ന തരത്തിൽ മമ്മൂട്ടി പെരുമാറിയെന്നായിരുന്നു വിമർശിച്ചു വന്ന കമന്റുകൾ. അതിൽ ഒരു കുറിപ്പ് വലിയ രീതിയിൽ ശ്രദ്ധ നേടി. മോഹൻലാൽ പൊതുവേദികളിൽ എത്തുമ്പോൾ ആളുകളോട് എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ കുറിച്ചായിരുന്നു കുറിപ്പ്. വെട്ടിത്തുറന്നുള്ള പ്രവൃത്തികൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടന്റേത് അഭിനയമല്ല, മനുഷ്യപ്പറ്റാണെന്നുമായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത്.
മുറിവേൽപ്പിക്കുന്ന സത്യങ്ങളെക്കാൾ നല്ലതല്ലേ നോവിക്കാതെയുള്ള ആ അഭിനയം. ജീവിതത്തിൽ ചിലയിടത്ത് നമുക്ക് അഭിനയിക്കേണ്ടി വരും. കാരണം വെട്ടി തുറന്നുള്ള പ്രവൃത്തികളും സംസാരങ്ങളും പലപ്പോഴും മറ്റുള്ളവരെ വല്ലാതെ മുറിവേൽപ്പിക്കും. അവരെ നോവിക്കാതിരിക്കാൻ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അഭിനയിക്കുന്നതിൽ തെറ്റില്ല. മോഹൻലാൽ ജീവിതത്തിലും അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ഇതറിയുക. പരസ്യമായി ആക്രോശിക്കുന്ന നേതാക്കളെക്കാൾ എത്രയോ മാന്യമാണ് ആരെയും വേദനിപ്പിക്കാതെയുള്ള ലാലേട്ടന്റെ ഈ സ്വഭാവം. അത് അഭിനയമല്ല, യഥാർത്ഥ മനുഷ്യപ്പറ്റാണെന്നായിരുന്നു കുറിപ്പ്. കണ്ണിൽ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ മൈക്കുമായി തട്ടിയപ്പോൾ പോലും ആത്മസംയമനം പാലിച്ച് സരസമായി പ്രതികരിച്ച ആളാണ് മോഹൻലാൽ. പൊതുവേദികളിൽ വെച്ച് മോഹൻലാൽ ഒരിക്കൽ പോലും മറ്റുള്ളവരെ അപമാനിക്കുന്ന തരത്തിലോ പരിഹസിക്കുന്ന തരത്തിലോ സംസാരിക്കുകയോ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. വിമർശനങ്ങളെ പോലും പുഞ്ചിരിയോടെ സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനാൽ തന്നെ മോഹൻലാൽ എപ്പോഴും ഡിപ്ലോമാറ്റിക് ആണെന്നും കൃത്യമായ നിലപാടില്ലാത്ത വ്യക്തിയാണെന്നും എപ്പോഴും അഭിനയമാണെന്നുമുള്ള തരത്തിൽ വിമർശനം ഉയരാറുണ്ട്. നെഗറ്റിവിറ്റി മനസ്സിലേക്കെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നല്ല കാര്യങ്ങൾക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനാലുമാണ് വിമർശനങ്ങൾക്ക് മുഖം കൊടുക്കാത്തതെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിരുന്നു. മമ്മൂട്ടി മലയാളികളുടെ പൊതു സ്വത്താണ്. എല്ലാ മലയാളിക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു മഹാനടന് നേരെ സൈബർ ആക്രമണം നടത്തുന്നതിന് മലയാളികളുടെ അംഗീകാരം ഉണ്ടാകില്ല എന്ന് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കണം. ഒരു കാരണവശാലും CPM-ന്റെ പ്രവർത്തകരുടെ സൈഡിൽ നിന്നും സൈബർ ആക്രമണം മമ്മൂട്ടിക്കെതിരെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ട് ഇത് അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകണം. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അതിനാൽ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഇത് അവസാനിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് PC വിഷ്ണുനാഥ് പറഞ്ഞത്. ഈ വിഷയത്തിൽ നടി സരിത ബാലകൃഷ്ണനും പ്രതികരണവുമായി രംഗത്തെത്തി. വയനാടിന്റെ വേദനകളിൽ സാന്ത്വനമായി എത്തിയ മമ്മൂക്കയും അദ്ദേഹത്തോടൊപ്പം സജീവമായി രംഗത്തുള്ള CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖും തമ്മിലുള്ള ആ ചെറിയ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണല്ലോ. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നടക്കുന്നത് എന്ന മമ്മൂക്കയുടെ ചോദ്യം പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത് കേട്ട് പാതി കേൾക്കാത്ത പാതി വടിയും എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ആരെ തല്ലണമെന്നറിയാതെ പലരും പരസ്പരം തല്ലു തുടങ്ങിയിട്ടുണ്ട്. K റഫീഖിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജില്ലയിലേക്ക് എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് വഴികാട്ടുക എന്നതും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നതും കടമയാണ്. ആ ഉത്തരവാദിത്വം അദ്ദേഹം കൃത്യമായി നിർവഹിക്കുകയായിരുന്നു അവിടെ. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ മുഖത്തു നോക്കി ചോദിക്കുന്ന മമ്മൂക്കയുടെ രീതി നമുക്കെല്ലാം പരിചിതമാണ്. ആ ഗൗരവത്തിന് പിന്നിൽ പലപ്പോഴും സ്നേഹവും സ്വാതന്ത്ര്യവും ഉണ്ടാകും. തന്റെ കൂടെയുള്ളവർ അനുഭവിക്കുന്ന പ്രോട്ടോകോൾ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം തമാശ രൂപേണ ചോദിച്ചതാകാം ഇത്. ഇനിയിപ്പോൾ കുറച്ച് തമാശപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഉള്ളിൽ അപ്പോൾ ഭീഷ്മപർവത്തിലെ മൈക്ലപ്പനാണോ അതോ CBI-യിലെ സേതുരാമയ്യരാണോ എന്ന് ആർക്കറിയാം? റഫീഖ് ആതിഥേയ മര്യാദ കാണിച്ചതാണോ അതോ അറിയാതെ ഫ്രെയിമിൽ കയറിയതാണോ എന്ന് പുള്ളിക്ക് മാത്രമേ അറിയൂ. വയനാട് നേരിട്ട വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. അവിടെ ആൾക്കൂട്ടം നിയന്ത്രിക്കാനും കാര്യങ്ങൾ വേഗത്തിലാക്കാനും നേതാക്കളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മൈലേജ് രാഷ്ട്രീയമായി കാണേണ്ടതില്ല. അവർക്കിടയിലുള്ള പരസ്പര ബഹുമാനവും ആ സാഹചര്യത്തിന്റെ തീവ്രതയും പ്രിയപ്പെട്ട നടന്റെ സ്വതസിദ്ധമായ ശൈലിയും കർമ്മനിരതനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജാഗ്രതയും കൂടിച്ചേർന്ന ഒരു നിമിഷം മാത്രമായിരുന്നു അത്. ഇതിനെ വിവാദമാക്കുന്നതിനേക്കാൾ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് ഇവർ നൽകുന്ന പിന്തുണയെയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും വയനാടിനെ സ്നേഹിക്കാൻ ഇറങ്ങി തിരിച്ച നടനെയും അതിന്റെ കൂടെ നിന്ന നേതാവിനെയും നമുക്ക് ബഹുമാനിക്കാം. ആ ചോദ്യത്തെ വെറും ഒരു വയനാടൻ തമാശയായി മാത്രം കാണുന്നതാണ് ബുദ്ധി എന്നാണ് നടി പ്രതികരിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.